ഹായ് ഫ്രണ്ട്സ്, ബേബീസിന് മുട്ട കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് എഗ്ഗിൻ്റെ യെല്ലോ പോർഷൻ മാത്രം ഇടുക. 7 മന്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ബേബീസിന് എഗ്ഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഫസ്റ്റ് 3 ഡേയ്സ് യെല്ലോ മാത്രമേ കുട്ടികൾക്ക് കൊടുക്കുള്ളൂ. അവർക്ക് ദഹിക്കുകയോ അവർ ആ ഫുഡുമായിട്ടൊന്ന് അഡാപ്റ്റ് ആവുന്നത് വരെ യെല്ലോ ഇങ്ങനെ നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് ക്രീമി ടെക്സ്ചറിലാക്കിയിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. ഇത് കുറച്ച് തിക്കായതുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് അപ്പോൾ സ്പൂണിൽ കോരി കൊടുക്കാനൊക്കെ ഈസി ആയിരിക്കും. കുട്ടികൾക്ക് സ്വാലോ ചെയ്യാനും എളുപ്പമായിരിക്കും. നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ അതൊരു ക്രീമി ടെക്സ്ചറാവും. ഇത് ഞാൻ കൊടുത്തപ്പോൾ എൻ്റെ ട്വിൻ ബേബീസാണ്. അവർ 2 പേരും കുഴപ്പമില്ലാതെ ഹോൾ പോർഷൻ അവർ കഴിച്ചിട്ടുണ്ട്. ഒരു എഗ്ഗിൻ്റെ യെല്ലോ ഫുള്ളായിട്ട് ഒരാൾ കഴിക്കുന്നുണ്ട്. ഇങ്ങനെ ക്രീമി എടുത്ത് ഇത് മാത്രം നമ്മൾ ഒരു പാല് കൊടുത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് 3 ഡേയ്സ് കഴിഞ്ഞാൽ ഇതേപോലെ വൈറ്റും കൂടെ കൊടുക്കാം. 3 ഡേയ്സ് കണ്ടിന്യൂസ് യെല്ലോ കൊടുത്ത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാൻ വൈറ്റും കൂടെ ചേർത്ത് ഇതേപോലെ സ്മാഷ് ചെയ്ത് വെള്ളവും കൂടെ ചേർത്തിട്ടാണ്. ഒരു 1 മന്തൊക്കെ കഴിഞ്ഞതിന് ശേഷം 8 മന്ത് പ്ലസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഞാൻ എഗ്ഗിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കാർബോഹൈഡ്രേറ്റ് ഇത് ഞാനിപ്പം നെയ്യിൽ ചുട്ട ഒരു പത്തിരിയാണ്. അതിൻ്റെ ഹാഫ് പത്തിരിയും ഈ സ്മാഷ് ചെയ്ത എഗ്ഗും കൂടെ ചേർത്ത് കൈകൊണ്ട് തിരുമ്മിയിട്ട് കൊടുക്കും. അപ്പം അവർക്ക് അതൊരു ഫുൾ മീലായി, ഒരു കാർബോയും പ്രോട്ടീനുമായി. അപ്പോൾ അവർക്ക് വിശക്കില്ല. ഒരു 3 hours ഒക്കെ ഇത് കഴിച്ചാൽ അവർക്ക് ഉറങ്ങാനൊക്കെ പറ്റും. കംപ്ലീറ്റ് മീലും കൂടെ ആയിട്ടുണ്ട്.